വളരെ ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു സമരം ശുഭപരിവസായിയായി. അതും വാർത്താ മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ട്. കോടതി ഉത്തരവുണ്ടായിട്ടും നഴ്സിംഗ് സൂപ്രണ്ടിനെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാത്ത സംഭവത്തിൽ ഇപ്പോൾ സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു. PB അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകും. ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നതിന്റെ പേരിലുള്ള പ്രതികാര നടപടി വ്യാപകമായി വിമർശിക്കപ്പെട്ടതോടെയാണ് സർക്കാർ കീഴടങ്ങിയത്. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഈ ഉത്തരവിൽ ഉള്ള വിവരങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്? മോദി എന്തായാലും ഈ അതിജീവിതയ്ക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ നടപടി എന്ന് തന്നെ പറയാം, നടപടി നേരിട്ട ഉദ്യോഗസ്ഥയ്ക്ക് പിന്നീട് ഹൈക്കോടതി ഉത്തരവുമായി വരുമ്പോൾ പോലും നിയമനം നൽകാൻ സർക്കാർ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. ആ വിഷയത്തിൽ സർക്കാർ ഒടുവിൽ മുട്ടുമടക്കുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അനിതയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ തന്നെ നേരത്തെ ഇടുക്കിയിലേക്കൊരു ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. ആ ട്രാൻസ്ഫർ ഉത്തരവ് മരവിപ്പിച്ച ഉത്തരവുമായാണ് പിന്നീട് അനിത ജോലിയിൽ പ്രവേശിക്കാനായി കോഴിക്കോട് എത്തിയത്. അവിടെ എത്തിയപ്പോൾ അത് നടക്കില്ല എന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പ് നിലപാട്. ആ നിലപാടിൽ നിന്നും ആരോഗ്യവകുപ്പ് പിന്നോട്ട് പോവുകയാണ്. അതിന് ആരോഗ്യവകുപ്പ് നിർബന്ധിതരാവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ അനിതയ്ക്ക് നിയമനം നൽകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. പക്ഷേ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവിനായി ഇനി നമ്മൾ കാത്തിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം തന്നെ ഈ ഉത്തരവ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും അനിതയുമായി പോരടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന വലിയ തോതിലുള്ള പ്രതിഷേധം അത് സർക്കാർ ഉൾക്കൊള്ളുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അനിതയുടെ പോരാട്ടം വിജയം കാണുകയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ അനിതയ്ക്ക് ജോലി ചെയ്യാം എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിന്റെ ഉത്തരവിനായാണ് ഇനി കാത്തിരിക്കുന്നത്. മോദി, അമൽ, അതുപോലെ നിരന്തരമായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നാണ്. പക്ഷെ എന്താണ് വീഴ്ച എന്ന് വിശദമാക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ഇനിയെങ്കിലും എന്താണ് വീഴ്ച എന്ന് പറയാൻ ഒരു പഴുതില്ലാതായി മാറിയിരിക്കുന്നു അല്ലേ? ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു നടപടിയാണ് സ്വാഭാവികമായും നമ്മൾ കണ്ടുവരുന്നത്. ഈ വിഷയത്തിലും മെഡിക്കൽ കോളേജ് ICUയിൽ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിൽ മോശം അനുഭവം നേരിടേണ്ടി വന്ന സംഭവത്തിൽ ആരാണ് ഉത്തരവാദി എന്ന ചോദ്യത്തിന് ആരോഗ്യവകുപ്പ് ആദ്യം തന്നെ കണ്ടെത്തിയ ഉത്തരം എന്ന് പറയുന്നത് ഈ പറയുന്ന അനിതയുടെ പേരായിരുന്നു. ആ അനിതയ്ക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. പക്ഷേ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്ന് വിശദീകരിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസവും ആറന്മുളയിൽ സംസാരിച്ചപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് അനിതയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കണ്ടെത്തലിൽ തെറ്റില്ല എന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പ് പറഞ്ഞത്. പക്ഷേ അത് തിരുത്തേണ്ടി വരികയാണ്. ഈ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, അനിതയുടെ ഭാഗത്ത് എന്താണ് പറ്റിയ വീഴ്ച, അനിതയ്ക്കെതിരെ നടപടിയെടുക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് വിശദീകരിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല. അതിനാൽ തന്നെയാണ് ഇപ്പോൾ എന്തായാലും അനിതയ്ക്ക് നിയമനം നൽകാനുള്ള നമുക്കിപ്പോൾ സമരപന്തലിൽ നിന്നും KV രാഹുൽ ചേരുന്നുണ്ട്. രാഹുൽ, സമരപന്തലിലെ ഇപ്പോഴത്തെ അന്തരീക്ഷം എന്താണ്? കാരണം നിരന്തരമായ പോരാട്ടം ഫലം കണ്ടിരിക്കുന്നു. മോത്തി, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിൽ തന്നെയാണ് 6 ദിവസമായി PB അനിത സമരം ഇരിക്കുന്നത്. അതായത് ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണം എന്ന ഹൈക്കോടതി ഉത്തരവുണ്ട്. ഈ ഉത്തരവുമായി ഏപ്രിൽ 1-ന് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു. പ്രവേശിപ്പിക്കാൻ കഴിയില്ലെന്ന മറുപടി ലഭിക്കുന്നു. തൊട്ടടുത്ത ദിനം വരുന്നു, അതേ മറുപടി ലഭിക്കുന്നു. പ്രതിഷേധം ഇരിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ഗതികേടിലായിരുന്നു PB അനിത. ഏതായാലും ഈ ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കി ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ ഇത്രയും ദിവസമായി എടുത്തിരുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് DMEയുടെ അന്വേഷണ റിപ്പോർട്ടിൽ PB അനിതയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി എന്ന് അക്കമിട്ട് നിരത്തുന്നു എന്നതായിരുന്നു. അതാണ് ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞതും. പക്ഷേ ഹൈക്കോടതിയിലേക്ക് എത്തിയ സമയത്ത് അത്തരം നൽകിയിരുന്നതുമൊക്കെ. ഏതായാലും ഇപ്പോൾ PB അനിത തന്നെ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് PB അനിതയ്ക്ക് പിന്തുണയുമായി ICU പീഡനത്തിനിരയായ അതിജീവിത ഇന്നലെയും ഇന്നും സമരവേദിയിലേക്ക് എത്തിയെന്നതാണ്. ഇന്ന് കണ്ണ് മൂടിക്കെട്ടിയുള്ള പ്രതിഷേധമാണ് നടത്തിയത്. അതായത് കണ്ണ് തുറന്ന് കാണാത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കണ്ണ് മൂടിക്കെട്ടി പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിജീവിത ഇന്ന് കണ്ണ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചത്. PB അനിതയാണ്. ഏതായാലും സമരം 6-ാം ദിവസമാണ്. ഇവിടെ തന്നെ നിയമനം നൽകാമെന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ്. അത് ഞാൻ അങ്ങനത്തെ ഒരു വിധിയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് വളരെ സന്തോഷവും തോന്നുന്നു. സർക്കാർ നീതിക്കൊപ്പമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ അതിൻ്റെ ഓർഡർ ഇതുവരെ പ്രിൻസിപ്പൽ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഓർഡർ ലഭിച്ചു, എന്നെ ജോയിൻ ചെയ്യിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ സമരം നിർത്തും. സമരത്തിൻ്റെ ഒരു വിജയം തന്നെയല്ലേ ശരിക്കും? അതെ, ഇത് സമരത്തിൻ്റെ ഒരു വിജയമാണ്, അതിജീവനത്തിൻ്റെ ഒരു വിജയമാണ്. അത്രയും 2.5 മാസം ഞാൻ ലീവിലായിരുന്നു. മെഡിക്കൽ ഗ്രൗണ്ടിൽ ഞാനൊരു ഹൈപ്പർടെൻസീവ് രോഗിയാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിലാണ് ഞാൻ ലീവ്. എനിക്കിപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ BP ഒക്കെ ചെയ്തു 4 മെഡിസിനൊക്കെയായി കഴിക്കുന്നത്. അത് 2 നേരം 4 മെഡിസിനൊക്കെ കഴിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പം എനിക്ക് ഇത് ഇനിയും ഈ സമരമായിട്ട് നീട്ടിക്കൊണ്ടുപോയി ചിലപ്പോൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ഓരോ ദിവസം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു വിധി ഉണ്ടായതിൽ എനിക്ക് വളരെ സന്തോഷം. അതുപോലെ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ട് എന്ന് തന്നെയാണല്ലോ ചോദ്യം. നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നതിൽ നിന്ന്? ഇത് എനിക്ക് മാർച്ച് 1 വന്ന വിധിയിൽ ഏപ്രിൽ 1 ഇവരൊക്കെ തന്നെ ജോയിൻ ചെയ്യിക്കാൻ കഴിയും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രീയ പകപോക്കലാണ്. ഒരു NGO യൂണിയൻ നേതാവ് പ്രിൻസിപ്പൽ കവാടത്തിൽ വെച്ച് എന്നെ യൂണിഫോമിലായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തുകയും അയാൾ എന്നെ സസ്പെൻഡ് ചെയ്യിക്കുമെന്ന് പറയുകയും പിന്നെ ഞാനാണ് വാർഡ് 20-ലെ എന്നെയാണ് സസ്പെൻഡ് ചെയ്യേണ്ടത്. നിരപരാധികളായ 5 ജീവനക്കാർ, ആ നിരപരാധികളെന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡിലൊന്നും ജോലിയില്ലാത്ത വനിതാ ജീവനക്കാരികൾ എൻ്റെ വാർഡിലുള്ള എൻ്റെ സ്വന്തം രോഗീനെയാണ്, അതിജീവിതയാണ് വന്ന് ഭീഷണിപ്പെടുത്തുകയും സ്വാധീനിക്കാൻ ശ്രമിച്ചത്. അത് ഞാൻ റിപ്പോർട്ട് ചെയ്തു. അവരുടെ ഡെസിഗ്നേഷൻ വെച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ പേര് കൊടുത്തതൊന്നും ഞാനല്ല. തിരിച്ചറിയൽ രാഹുൽ, ഞാനൊന്ന് ബിനിലിലേക്ക് പോവുകയാണ്. ബിനിലുണ്ട്. ബിനിൽ, കോടതിയിൽ സർക്കാർ അതിഗംഭീരമായ ഒളിച്ചുകളിയാണ് നടത്തിയത്. ഈ 6 ദിവസം കൊണ്ടും ഇവരിത് പഠിക്കുകയായിരുന്നു വിഷയമെന്നാണ് പറയുന്നത്. എന്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ തരത്തിലൊരു വീഴ്ച? ഇത് കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ ഈ ഒളിച്ചുകളിയായി നടത്തിയത്? മോത്തി 6 ദിവസമായും ഈ കോടതി വിധിയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കലായി മാറും. കാരണം മാർച്ച് 1 വന്ന കോടതി ഉത്തരവാണ്. അത് നടപ്പാക്കാൻ സർക്കാരിന് മുന്നിൽ 31 ദിവസമുണ്ടായിരുന്നു. ആ 31 ദിവസം കൊണ്ടും 2 പേജ് മാത്രമുള്ള ഈ കോടതി ഉത്തരവ് വായിച്ചു മനസ്സിലാക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവരെ നമസ്കരിക്കേണ്ടി വരും. എന്തായാലും ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നത് അവസാന നിമിഷം വരെ സർക്കാർ ഇവർക്ക് നിയമനം നൽകാതിരിക്കാൻ പല തന്ത്രങ്ങളും പയറ്റി എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം തിങ്കളാഴ്ച കോടതിയലക്ഷ്യ ഹർജി PB അനിതയുടെ ഹൈക്കോടതിയിൽ വരാനിരിക്കുകയാണ്. അവർക്ക് ഏപ്രിൽ 1 വരുന്ന തസ്തികയിൽ ഒഴിവിലാണ് അവരെ നിയമിക്കേണ്ടത്. കഴിഞ്ഞ 6 ദിവസമായി അവരെ നിയമിച്ചിട്ടില്ല. 8-ാം തീയതി അവരുടെ ഹർജി വരുന്നു. അതിനിടയിൽ ഇന്നലെ അടിയന്തരമായി സർക്കാർ ഒരു റിവ്യൂ ഹർജിയുമായി കോടതിയിൽ എത്തുകയാണ്. അവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞ വീഴ്ചകളൊന്നും തന്നെ ആ റിവ്യൂ ഹർജിയിൽ കോടതിയിൽ സർക്കാർ പറയുന്നില്ല. കാരണം അത്തരത്തിലുള്ള അച്ചടക്ക നടപടികളൊന്നും സാധ്യമല്ല, അതെല്ലാം തള്ളപ്പെട്ടതാണ് എന്ന കാര്യം ഹൈക്കോടതി നേരത്തെ, അതായത് മാർച്ച് 1 തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു വാദവുമായി ഇനി കോടതിക്ക് മുന്നിലേക്ക് എത്താൻ കഴിയില്ല എന്ന് സർക്കാരിനറിയാം. അവിടെ കൃത്യമായും സർക്കാർ ഒരു പുതിയ തന്ത്രം പയറ്റുകയായിരുന്നു. അനിതയ്ക്കൊപ്പം മറ്റ് 18 പേർ കൂടി ആ തസ്തികയിലേക്ക് വരാൻ യോഗ്യരായുണ്ട്. അതുകൊണ്ട് അനിതയ്ക്ക് നിയമനം നൽകാൻ കഴിയില്ല എന്ന പുതിയ തന്ത്രമായിരുന്നു സർക്കാർ ഇന്നലെ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിവ്യൂ ഹർജിയിലുള്ളത്. എന്തായാലും ആ റിവ്യൂ ഹർജി തിങ്കളാഴ്ച കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ആ കോടതിയലക്ഷ്യ ഹർജിയും വരും. ആ കോടതിയലക്ഷ്യ ഹർജി വരുന്നതിന് മുൻപ് ഇപ്പോൾ നിയമനം കോഴിക്കോട് തന്നെ നൽകിക്കൊണ്ട് തടി ഊരാനുള്ള ഒരു ശ്രമമായിരിക്കും സർക്കാർ സ്വാഭാവികമായും നടത്തുക. വലിയ മാധ്യമ ഇടപെടലുണ്ടായി. പൊതുജന രോക്ഷം വലിയ രീതിയിൽ ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഈ തീരുമാനത്തിലേക്ക് വരുന്നുവെങ്കിൽ അതിന്റെ കാരണവും അത് തന്നെയാവും. തീർച്ചയായിട്ടും ബിനിൽ. അപ്പോൾ വളരെ ശക്തമായ മാധ്യമ ഇടപെടലുകളിലൂടെ, നിരന്തരമായ വാർത്തകളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും ഒക്കെയാണ് ഇപ്പോൾ സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നത്. ഈ 6 ദിവസം കൊണ്ട് നിരവധി ന്യായങ്ങളാണ് നിയമനം കൊടുക്കാതിരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്.